ഇത് ചെമ്പരത്തിപ്പൂവ്. ഈ ചെമ്പരത്തിപ്പൂവ് തിളപ്പിക്കാതെ നമുക്ക് ഇതിൻ്റെ നീരെടുക്കാൻ ഉള്ള വിദ്യയാണ് പറയണത്. അതിന് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ഇതുപോലെ ഈ അല്ലികളൊക്കെ ഇതിൽ പറിച്ച് നിരത്തിയിടണം ചെറുനാരങ്ങ നീരിലേക്ക്. എന്നിട്ട് ഈ അല്ലികളെല്ലാം അങ്ങനെ പറിച്ച് നമുക്ക് ആവശ്യമുള്ള പൂവ് എടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൂ എടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇനി വെയിലത്ത് വെക്കാൻ പോവുകയാണ്. ചെമ്പരത്തി പൂവ് വെയിലത്ത് വെച്ച് അതിന് കളർ ഇളകിയേക്കണയാണ് ഇത്. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഡ്രിങ്ക്സായിട്ട് ഉപയോഗിക്കാൻ ഇത് കളറ് കിട്ടാൻ വേണ്ടി നമ്മളിത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 4-5 പൂവ്, ഒരു നാരങ്ങ പിഴിഞ്ഞതിനകത്തേക്ക് നമ്മൾ 4-5 ചെമ്പരത്തിപ്പൂവാണ് വെയിലത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടം വന്നു പോകും. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര, ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് ഡ്രിങ്ക്സായിട്ട് ഉപയോഗിക്കാം.